നമസ്കാരം. ഡിവൈൻ റിവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവേ നമഃ. ഒത്തിരി പേർക്ക് പറഞ്ഞു കൊടുത്ത് അവരത് ചെയ്ത് ഫലം കണ്ട വരാഹി അമ്മയുടെ അതിശക്തമാർന്ന ഒരു വഴിപാടിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പോകവേണ്ടിയ പ്രശ്നങ്ങൾ അത് എന്താണെങ്കിലും എല്ലാം പോകാൻ വേണ്ടി ചെയ്യാവുന്ന വരാഹിയമ്മയുടെ ഒരു വഴിപാടാണിത്. അമ്മയെ പ്രാർത്ഥിച്ച് ഈ വഴിപാട് ചെയ്താൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരികയേയില്ല. ആ കാര്യം സോൾവ് ആകുന്നതാണ്. വീട്ടിൽ അമ്മയുടെ ഒരു ശില ഇരുന്നാലും ശരി, അതല്ല ഒരു ഫോട്ടോ ഇരുന്നാലും ശരി, ഇതൊന്നും ഇല്ലെങ്കിലും ശരി, ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഈ ശക്തിയാർന്ന വഴിപാട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നമാണോ നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പ്രശ്നം മൊത്തത്തോടെ മറനീക്കി നിങ്ങളിൽ നിന്ന് മാറി ഒഴിഞ്ഞ് പോകുന്നതാണ്. 100% എഫക്റ്റീവായിട്ടുള്ള ഒരു വഴിപാടാണിത്. പിന്നെ വരാഹി അമ്മയെ വഴിപാട് നടത്തി ഫലം കിട്ടാത്ത ആരും തന്നെ ഉണ്ടാകുകയില്ല. എന്തിനാണ് നമ്മൾ ആഗ്രഹിച്ച് അമ്മയോട് നമ്മൾ അപേക്ഷിക്കുന്നുവോ നമ്മൾക്കത് അപ്പോൾ അനിവാര്യമെന്ന് തോന്നിയാൽ അമ്മ അത് ചെയ്തു തരുന്നതാണ്. എന്നാൽ ചില പേർ പറയും, എനിക്കത് നടന്നില്ല, അമ്മയെ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ആ കാര്യം നടന്നില്ല എന്ന്. പക്ഷേ അത് നിങ്ങൾക്കപ്പോൾ അനിവാര്യമല്ലായിരിക്കാം. അതുകൊണ്ട് വേറൊരു കാര്യം നിങ്ങൾക്കത് അമ്മ നടത്തി തന്നിരിക്കും. അതിൽ ഒരു സംശയവും വേണ്ട. നിശ്ചയമായും വരാഹി അമ്മ തന്നെ വിശ്വസിക്കുന്ന തൻ്റെ ഭക്തരെ നല്ല വഴിയിൽ നടത്തിക്കൊണ്ടുപോയി ജീവിതത്തിൽ മുന്നേറാൻ അമ്മ ഒരു തുണയായി, ഒരു താങ്ങായി നിൽക്കുന്നതാണ്. ചെയ്യേണ്ട മുഖ്യമായ വഴിപാട് എന്താണെന്ന് നോക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്ന ശക്തിയാർന്ന വഴിപാടിന് ആവശ്യമായ സാധനങ്ങളുണ്ട്. അത് ഒരു ചെമ്പരത്തിപ്പൂവും ഒരു ഏലക്കായും, അതായത് ഒറ്റ അടുക്കിൻ്റെ ഒരേ ഒരു ചെമ്പരത്തിപ്പൂവ്, അതുപോലെ തന്നെ ഒരു ഏലക്ക. അടുക്ക് ചെമ്പരത്തിയുണ്ട്, പിന്നെ കളറ് മാറിയ ചെമ്പരത്തിയുണ്ട്, അതൊന്നും പറ്റില്ല. ചുവന്ന കളറിൻ്റെ ഒറ്റ അടുക്കിൻ്റെ ചെമ്പരത്തിപ്പൂവാണ് വേണ്ടത്. ഈ രണ്ട് സാധനങ്ങളും, അതായത് ചെമ്പരത്തിപ്പൂവും ഏലക്കായും ഒന്നിച്ച് ചേരുമ്പോൾ ഇതിൻ്റെ ശക്തി വന്നിട്ട് അസാധ്യമായി മാറും. ഈ രണ്ട് വസ്തുക്കളും ഒന്നായി ചേർത്ത് വെച്ചിട്ട് നമ്മൾ എന്താവശ്യപ്പെട്ടാലും, എന്ത് നമ്മൾ കേട്ടാലും ആ കാര്യം നമ്മൾക്ക് നിറവേറുന്നതാണ്. ഒരു വിഷയം വളരണം എന്ന് കേട്ടാലും, എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വരണം, നമുക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് ക്യാഷ് വരണം, നമുക്ക് ജോലി നല്ലതാവണം, നമുക്കൊരു വീടുണ്ടാക്കണം, അങ്ങനെ വന്നാലും അത് നിറവേറിത്തരും. അതല്ല, ഒരു വിഷയം നമ്മളെ വിട്ടുപോകണം, നമുക്ക് വേണ്ട, അങ്ങനെ ഒന്ന് വിട്ടുപോകണം, നമ്മുടെ കടം നമ്മളെ വിട്ടുപോകണം, അതുപോലെ തന്നെ നമുക്കിഷ്ടപ്പെടാത്ത ഒരു റിലേഷൻഷിപ്പ് അത് നമ്മളെ വിട്ടുപോകണം, അങ്ങനെയൊക്കെ വേണ്ടിയാലും ഇത് നമ്മൾക്ക് കറക്റ്റായിട്ട് നിറവേറ്റപ്പെടുന്നതാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തായാലും ശരി, അത് നിറവേറ്റി കൊടുക്കാനുള്ള ശക്തി ചുവന്ന നിറത്തിനുള്ള ഒറ്റ ചെമ്പരത്തിപ്പൂവിനുണ്ട്. ചുവന്ന ചെമ്പരത്തിപ്പൂവ് തന്നെ എടുക്കണം, കാരണം ഒറ്റ ചെമ്പരത്തിപ്പൂവ് നിറയെ കളറിലുണ്ട്. ചുവപ്പിനോട് ചേർന്ന് വരുന്ന കളറിൽ വേറെ, അതിനോട് സാമ്യമുള്ള കളറിലുള്ള ചെമ്പരത്തിപ്പൂവുണ്ട്. പക്ഷേ ഒറ്റ ചെമ്പരത്തി നല്ല ചുവപ്പ് നിറത്തിലുള്ളത് തന്നെ എടുക്കണം. ഒരു പൂവ് മതി. അതുപോലെ അടുക്ക് ചെമ്പരത്തി എടുക്കരുത്. നമ്മുടെ ഈ വഴിപാടിന് വേണ്ടി ചുവന്ന ഒറ്റ ചെമ്പരത്തിയാണ് വേണ്ടത്. ചെമ്പരത്തിപ്പൂവിന് പലവിധ ശക്തികളാണ് ഉള്ളത്. പിന്നെ ഈ വഴിപാട് ചെയ്യേണ്ടത് രാത്രി 9 മണിക്ക് മേലെയാണ്. വരാഹിയമ്മയുടെ ശക്തി രാത്രി സമയങ്ങളിലാണെന്ന് അറിയാമല്ലോ. അപ്പോൾ രാത്രി 9 മണിക്ക് മേലെ ഈ ചെമ്പരത്തിപ്പൂവും ഏലക്കായും വച്ച് നമുക്ക് പൂജാമുറിയിൽ ഇരിക്കാം. പൂജാമുറി ഇല്ലാത്തവർ ഹാളിൽ കിഴക്ക് ദർശനം വരുന്ന രീതിക്ക് വേണം ഇരിക്കാനായിട്ട്. പിന്നെ വേറൊന്ന്, ചെമ്പരത്തിപ്പൂവ് എല്ലാ സ്ഥലങ്ങളിലും കിട്ടണമെന്നില്ല. എങ്ങനെയെങ്കിലും എവിടെ നിന്നെങ്കിലും ചെമ്പരത്തിപ്പൂവ് കൊണ്ടുവന്നിട്ട് അത് രാവിലെയാണ് കിട്ടുന്നതെങ്കിൽ വാങ്ങി വെള്ളത്തിൽ വെച്ച് രാത്രി എടുത്താലും മതിയാവും. പക്ഷേ എല്ലാവർക്കും വെള്ളത്തിലിട്ട് വെച്ചാൽ അത് കറക്റ്റായിട്ട് വർക്കൗട്ട് ആകുകയില്ല. ഓരോ സ്ഥലത്തിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് അത് മേ ബി വാടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ
ഇപ്പോൾ രാവിലെ എവിടെന്നെങ്കിലും കിട്ടുന്നെങ്കിൽ, നമ്മുടെ വീട്ടിൽ ചെമ്പരത്തി ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ എവിടെന്നെങ്കിലും കൊണ്ടുവരുന്നതാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഈ ചെമ്പരത്തിപ്പൂ അതിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കവർ ഒരു നന്നായിട്ട് കെട്ടി വെച്ചിട്ട് ഒരു ബേസിനിൽ വെള്ളം വെച്ച് അതിൽ ഇട്ടേക്കാവുന്നതാണ്. പിന്നെ വീട്ടിൽ ചെമ്പരത്തി ഉള്ളവരാണ് അത് പൂവ് പറിച്ചെടുക്കുന്നതാണ് എങ്കിൽ 9 മണിക്ക്, രാത്രി 9 മണിക്ക് മേലെയാണ് നമ്മൾ ഈ വഴിപാട് ചെയ്യുന്നത്. അപ്പോൾ ഇരുട്ടുന്നതിന് മുന്നേ 6 മണി 5:30 മണിക്കൊക്കെ പൂവ് പറിച്ചെടുത്ത് വയ്ക്കാവുന്നതാണ്. പിന്നെ ഈ ചെമ്പരത്തി പൂവുള്ള വീട്, ആ വീട്ടിൽ പുഷ്പിച്ച് നിൽക്കുക എന്നുള്ളത് ലക്ഷ്മി കടാക്ഷം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആ വീടിന്. അതും വീടിൻ്റെ മുന്നത്തെ പകുതിയിൽ ഈ പൂവ് നിന്നാൽ ഏറ്റവും ശുഭമെന്നാണ്. അതായത് വീടിൻ്റെ മുന്നിൽ ചുവന്ന ചെമ്പരത്തി പൂത്ത് നിന്നാൽ ആ വീട്ടിൽ കാശിനു യാതൊരു പഞ്ഞവും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ ധനധാന്യങ്ങൾക്കും ഒരു പഞ്ഞവും ഉണ്ടാകുകയില്ല. ആരെങ്കിലും നമ്മുടെ വീട്ടിലോട്ട് മോശം ഉദ്ദേശത്തോടു കൂടെ വന്നാൽ, അതായത് നമ്മൾ നശിച്ചു പോകണം, നമുക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ അവരുടെ ആ ഉദ്ദേശത്തെ മാറ്റാനുള്ള, പൂർണ്ണമായും അഴിച്ചു മാറ്റാനുള്ള ഈ ശക്തി റെഡ് കളറിലുള്ള ഒറ്റ ചെമ്പരത്തി പൂവിന് ഉണ്ട് എന്നാണ്. മാത്രമല്ല ഇതിരിക്കുന്ന വീട്ടിൽ താമസിക്കുന്നവർക്ക് സമ്പത്ത്, സൗഭാഗ്യം എല്ലാം കൈവരുന്ന ശക്തി ഈ പൂവിനുണ്ട്. തങ്കപുഷ്പമെന്നും ചുവന്ന തങ്കം എന്ന പേരിലും ഈ ചുവന്ന ചെമ്പരത്തി പൂവ് അറിയപ്പെടുന്നുണ്ട്. അത്രയ്ക്കും ശക്തി ഇതിനുണ്ട് എന്നാണ്. മുഖ്യമായ പല പണപ്രശ്നങ്ങളും നമുക്കിരിക്കുമ്പോൾ ഈ ഒരു പൂവ് അടർത്തി നമ്മൾ പൂജാമുറിയിൽ വച്ച് പ്രാർത്ഥിച്ചാൽ ആ കാര്യം നിശ്ചയമായും നടന്നിരിക്കും. പണം നമ്മളുടെ കൈകളിൽ എത്തിയിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾ എവിടെ ചെമ്പരത്തിപ്പൂ കണ്ടാലും അതിൻ്റെ അടുത്ത് പോയിട്ട് അതിനോട് നമ്മളുടെ വിഷമങ്ങൾ സംസാരിക്കാം. നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയാൻ പറ്റും. കാരണം ഒത്തിരി ശക്തിയുള്ളതാണ് ഈ പൂവ്. നമ്മളതിനോട് എന്ത് സംസാരിക്കുന്നുവോ അതെല്ലാം, നമ്മൾ പറയുന്നതെല്ലാം അത് ഒബ്സർവ് ചെയ്ത് എടുത്തിട്ട് അത് മനസ്സിലാക്കി നമ്മുടെ പ്രശ്നം, നമ്മൾ ആവശ്യപ്പെടുന്നത്, നമ്മൾ മനസ്സിലിങ്ങനെ പൂവിനോട് പറയണം, എനിക്ക് ആ പ്രശ്നം, എനിക്ക് ഈ പ്രശ്നം, എനിക്ക് ഈ കാര്യം നടന്ന് കിട്ടണം, എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം ഈ പുഷ്പം നടത്തി കാണിക്കും എന്നാണ്. ഇനി ഇപ്പോൾ നമ്മൾ ചുവന്ന ചെമ്പരത്തി പൂവും എടുത്ത് കൂടെ ഒരു ഏലക്കായും എടുത്തല്ലോ, നമ്മൾ പൂജാമുറിയിലിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, അതിന് മുന്നേ ഒന്നുകൂടെ പറയാം. വീട്ടിൽ വരാഹിയമ്മയുടെ വിഗ്രഹമോ ഫോട്ടോയോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾക്ക് ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. ഇതിന് ശുദ്ധി വേണം. ശുദ്ധി എന്നത് മുഖ്യമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നല്ലൊരു മനസ്സും വേണം. അത്രയേ ഉള്ളൂ. കുളിച്ച് ശുദ്ധമായി നോൺ വെജ് ഭക്ഷണങ്ങൾ ഒന്നും കഴിക്കാതെ വേണം ഇത് ചെയ്യാനായിട്ട്. പിന്നെ പീരിയഡ്സ് ടൈമിൽ സ്ത്രീകൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇത്രയൊക്കെ വ്രതശുദ്ധി മതി. പിന്നെ വേറൊന്ന്, നോൺ വെജ് ഭക്ഷണം ഉണ്ടാക്കിയ ശേഷം കുളിച്ചിട്ട് ചെയ്യാമോ എന്ന് കേട്ടാൽ അത് പാടില്ല. ഈ വഴിപാട് ചെയ്യുന്നത് ശുദ്ധിയോട് തന്നെ ചെയ്യണം. അമ്മയുടെ ദിവസമായ പഞ്ചമി തിഥിയിലോ അതല്ലെങ്കിൽ ചൊവ്വ, വെള്ളി, ശനി ദിവസത്തിലോ ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. ഏലക്കായും ചുവന്ന ചെമ്പരത്തിയും ലക്ഷ്മി ദേവി കടാക്ഷം ഉള്ള വസ്തുക്കളാണ്. ഇപ്പോൾ നമ്മൾ ഒരു ചുവന്ന ചെമ്പരത്തി പൂവും ഒരു ഏലക്കായും എടുത്തു വെച്ചല്ലോ. എന്നിട്ട് ഒരു വെള്ള പേപ്പർ, ചെറിയ ഷീറ്റ് എടുത്ത് കട്ട് ചെയ്ത് എടുക്കുക. എന്ത് പ്രശ്നം നിങ്ങളെ വിട്ടു പോകണമെന്ന് എഴുതുക. അതല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് വന്നു ചേരേണ്ടത് എന്താണെന്ന് അതിൽ എഴുതുക. വീടാണെങ്കിലോ ജോലിയാണെങ്കിലോ പണപ്രശ്നമാണെങ്കിൽ പണമാണെങ്കിലോ പണം എന്നെഴുതുക. വീട് അങ്ങനെ എഴുതുക. ജോലി അത് എഴുതുക. ദേവിയുടെ വിഗ്രഹവും പടവും ഒന്നും ആവശ്യമില്ല എങ്കിലും പടമുണ്ടെങ്കിലോ വിഗ്രഹം ഉണ്ടെങ്കിലോ അതൊന്നുമില്ലെങ്കിലും ഒരു ദീപം തെളിയിച്ച് വയ്ക്കുക. ഒരു മൺചിരാതിൽ ദീപം തെളിയിച്ച് വയ്ക്കാവുന്നതാണ്. അതല്ല വിളക്ക് കൊളുത്തുകയാണെങ്കിൽ 5 തിരിയിട്ട് വിളക്ക് കൊളുത്തുക. ദീപം കൊളുത്തി വച്ചതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ ചെമ്പരത്തിപ്പൂവും ഏലക്കായും കൂടെ നമ്മൾ ഈ പേപ്പറിൽ എഴുതിയത് പേപ്പർ എന്നിട്ട് ചുരുട്ടുക. ചുരുട്ടിയിട്ട് പൂവെടുത്തിട്ട് ഈ ഏലക്കായും ഈ ചുരുട്ടിയ പേപ്പറും ഇതിൻ്റെ ഈ ചെമ്പരത്തി പൂവിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു നൂല് കൊണ്ട് കെട്ടി വയ്ക്കുക. എന്നിട്ട് ഈ കെട്ടിയതെടുത്ത് അമ്മയുടെ വിഗ്രഹമോ പടമോ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് വയ്ക്കുക. അതൊന്നുമില്ലെങ്കിൽ നമ്മൾ ഈ കൊളുത്തി വെച്ച ദീപത്തിൻ്റെ അടുത്ത് ഇത് വയ്ക്കുക. വെച്ചതിന് ശേഷം
മാനസികമായിട്ട് വരാഹിയമ്മയോട് ഇതെല്ലാം നടത്തി കൊടുക്കണം. ഇപ്പോൾ നമുക്ക് നടക്കേണ്ട കാര്യങ്ങളാണ് അതുക്കുള്ളിൽ വച്ചിരിക്കുന്നതെങ്കിൽ അത് പ്രാർത്ഥിക്കുക. അതല്ല വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കുക. തീർച്ചയായും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യം നടക്കുന്നതാണ്. ഇത് കുറഞ്ഞത് 5 ദിവസം ചെയ്യണം. അടുപ്പിച്ചിട്ടുള്ള 5 ദിവസം. ഇപ്പോൾ പഞ്ചമി തിഥിയിലാണ് ചെയ്യുന്നതെങ്കിൽ പഞ്ചമി കഴിഞ്ഞ് വരുന്ന 4 ദിവസം കൂടെ ചേർത്ത് ചെയ്യുക. വെള്ളിയാഴ്ച ആണെങ്കിൽ അത് കഴിഞ്ഞ് അങ്ങനെ ഓരോ ദിവസം ചേർത്ത് 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. പിന്നെ ഒരു മാസം ചെയ്താൽ ഫലം കിട്ടുമെന്ന് കരുതരുത്. 5 മാസമെങ്കിലും കറക്റ്റായിട്ട് മുടങ്ങാതെ ഇത് ചെയ്യണം. ഈ എഴുതിയ നമ്മൾ 2-3 പേപ്പറിലാണല്ലോ എഴുതിയത്, ബാക്കി പേപ്പർ മാറ്റി വയ്ക്കുക. ഒരു പേപ്പർ മാത്രം ചുരുട്ടി ഇതിനകത്ത് വയ്ക്കുക, ബാക്കി പേപ്പർ മാറ്റി വയ്ക്കുക. പിന്നെ വീട്ടിലുള്ള എല്ലാവർക്കും വേണമെങ്കിൽ ഇത് ചെയ്യാം. പക്ഷേ ഓരോരുത്തർക്കും ഓരോ പൂവ്, ഓരോന്നും ഇതേ സെയിം മെത്തേഡ് തന്നെയാണ്. ഒരു ചെമ്പരത്തി പൂവ് എടുക്കുക, കൂടെ ഒരു ഏലക്കായും കൂടെ എടുക്കുക. എന്നിട്ട് നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പേപ്പറിൽ എഴുതുക. അത് അല്ല, നമുക്ക് എന്താണോ നമ്മൾ വിട്ടു പോകാനുള്ളതെങ്കിലും അത് എഴുതുക. എന്നിട്ട് ദേവിയെ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ചെമ്പരത്തി പൂവിനകത്ത് വെച്ച് കെട്ടി വയ്ക്കുക. എന്നിട്ട് ഈ കെട്ടിയ പൂവ് നമ്മൾ മടക്കി കെട്ടിയല്ലോ, അത് കെട്ടിയ പൂവ് ദേവിയുടെ ഫോട്ടോയിലോ പാദത്തിൻ്റെ ഫോട്ടോയിലോ വിഗ്രഹത്തിൻ്റെ പാദത്തിലോ, അത് ഇല്ലാത്തവർ നമ്മൾ കൊളുത്തി വെച്ച ദീപത്തിൻ്റെയോ അടുത്ത് വയ്ക്കുക. വച്ചതിന് ശേഷം വരാഹി അമ്മയുടെ ഈ മഹാമന്ത്രം 108 തവണ ചൊല്ലുക. ഓം ഐം ഹ്രീം ശ്രീം സിദ്ധിവാരാഹിയേ നമഃ. ഓം ഐം ഹ്രീം ശ്രീം സിദ്ധിവാരാഹിയേ നമഃ. ഓം ഐം ഹ്രീം ശ്രീം സിദ്ധിവാരാഹിയേ നമഃ. കുറഞ്ഞത് അരമണി നേരമെങ്കിലും ഈ ദീപം കത്തി തന്നെ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു പൂവോ ഇല്ലെങ്കിൽ തുളസിയിലയോ വെച്ച് ദീപം കെടുത്താവുന്നതാണ്. 3 ദിവസം തുടർച്ചയായി അമ്മയുടെ പാദങ്ങളിൽ ഈ പൂവ് ഇരിക്കണം. 3 ദിവസം എന്നാൽ 3 രാത്രി. അത് കഴിഞ്ഞ് 4ാമത്തെ ദിവസം അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ 3:30-ക്കും 5:30-ക്കും ഇടയ്ക്കുള്ള സമയത്തിന് ഇത് എടുത്ത് ആരും ചവിട്ടാത്ത ഒരു ഇടത്തിൽ കളയുക. ഇത് മാത്രം ചെയ്താൽ മതി. തീർച്ചയായും എഴുതണത് എന്തായാലും അത് നടന്നിരിക്കും. ഏലക്കായും ചെമ്പരത്തിയും ചേരുമ്പോൾ എന്തു ചോദിച്ചോ അത് വരാഹിയമ്മ നടത്തിത്തരും. സത്യമുള്ളതാണ്. ചെമ്പരത്തിപ്പൂവ് എങ്ങനെയെങ്കിലും ദൂരെ നിന്നായാലും കൊണ്ടുവന്നിട്ട് വിശ്വാസത്തോടുകൂടി ഇത് ചെയ്താൽ അത്രയ്ക്കും നല്ലതാണ്. നമ്മൾ എന്ത് വേണ്ടുന്നുവോ അത് കിട്ടുന്നതാണ്. പിന്നെ ഈ വഴിപാട് പറഞ്ഞു കൊടുത്തത് കേട്ട് മനസ്സിലാക്കി ചെയ്ത് ഫലം കിട്ടി എന്ന് അറിയിച്ചവരോട് സന്തോഷം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.